ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. താങ്കളുടെ ഫസ്റ്റ് എൻട്രി എന്നൊരു ഗോഡ് ഫാദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി താങ്കളുമായിട്ടുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിൽ എത്ര ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ? അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമ ഒരു സിനിമയായിരുന്നു എല്ലാവർക്കും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ സിനിമയാണ് അത്. എല്ലാവർക്കും അതൊരു സിനിമ മാത്രമായിരിക്കാം, ഒരു അടിപൊളി സിനിമ, കുറേ അധികം പുതുമുഖങ്ങൾ വന്നിട്ടുള്ള സിനിമ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സിനിമ, നിങ്ങൾ തന്നെ ആലോചിച്ചു, എൻ്റെ ഇത്രയും ലൈഫ് സ്റ്റോറി പറഞ്ഞൊരു കേട്ട ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ആ സിനിമ വെറും ഒരു സിനിമ മാത്രമല്ലല്ലോ, എൻ്റെ ജീവിതമാണ്, എൻ്റെ കഷ്ടപ്പാടാണ്, എൻ്റെ കുറേ നാളത്തെ ഒരു 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 വലിയൊരു ഡ്രീമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് അപ്പോഴായിരിക്കാം. ശരിയല്ലേ? എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കൊപ്പം, എൻ്റെ പെങ്ങൾക്കൊപ്പം, രേഷ്മയ്ക്കൊപ്പം എല്ലാവരും കൂടെ ഇട്ടിരുന്ന് ഒരുമിച്ചിരുന്നാണ് ഞാൻ സിനിമ കണ്ടത് അങ്കമാലി. അപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട് എനിക്ക്, എൻ്റെ അമ്മയുടെ അടുത്തിരുന്നിട്ട് കിട്ടിയ ഒരു 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 സന്തോഷം എനിക്കുണ്ട്. കാര്യം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ. അതെനിക്ക് കിട്ടിയത് ലിജോ ചേട്ടനുള്ളിടെ അദ്ദേഹമാണ് എനിക്ക് എന്നെ ആദ്യമായിട്ട് കിട്ടിയത്. അപ്പം എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഒരു ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. അതിനപ്പുറം എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്നു. ഒരു ഞാൻ പറഞ്ഞു അത്രയും അധികം ഒരു ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മനസ്സിൽ അത്രയും ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിനുശേഷം 8 കൊല്ലമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അതാണ് സത്യം, വിളിച്ചിട്ടില്ല. ഇനി വിളിക്കുമെന്ന് പ്രതീക്ഷയും എനിക്കില്ല. വിളിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ പ്രാർത്ഥനയും അത് തന്നെയാണ്.